അങ്ങനെ ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് എത്തിപ്പോയി. അപ്പോൾ 2024 ക്രിസ്മസ്. അപ്പോൾ എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ ന്യൂറംബർഗ് ക്രിസ്മസ് മാർക്കറ്റിൽ പോകാറുണ്ട്. ഏറ്റവും ഫേമസും ഓൾഡസ്റ്റും ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റാണ് ജർമ്മനി. അപ്പോൾ ന്യൂറംബർഗ് ക്രിസ്മസ് മാർക്കറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ന്യൂറംബർഗിൻ്റെ ഓൾഡ് ടൗണായ സെൻട്രൽ സ്ക്വയറിലും കൂടാതെ ലോറൻസ് ക്രിഷ്യേൻ്റെയും സറൗണ്ടിങ്സിലാണ്. മാർക്കറ്റിലെ എല്ലാ സ്റ്റോൾസും വുഡനും കൊണ്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഡെക്കറേഷനും മാർക്കറ്റിൽ ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടൊരു കിൻഡർ ക്രിസ്മസ് മാർക്കറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുഞ്ഞ് മിനിയേച്ചർ റൈഡ്സും മിനി ഫെറിസ് വീലും പിന്നെ ബേക്കിംഗ് ബുക്ക് ഷോപ്സ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടമുള്ള ബേക്കിംഗ് ചെയ്യാം. ജിഞ്ചർ ബ്രെഡോ അങ്ങനെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. കൂടാതെ ക്രാഫ്റ്റിംഗ് സ്റ്റാൾസും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് ക്രിസ്മസ് ഗിഫ്റ്റ്സോ ക്യാൻഡിൽസോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഫേമസ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ന്യൂറംബർഗ് ജിഞ്ചർ ബ്രെഡ്, പിന്നെ ടൈനി സോസേജസ്, പിന്നെ ഹാൻഡ് മെയ്ഡ് ഡെക്കറേഷൻ, വുഡൻ ഓർണമെൻറ്റ്സും സ്റ്റാർ ഷേപ്ഡ് ലാൻഡേൺസും, പിന്നെ കൂടാതെ ഗ്ലൂ വൈനും ഉണ്ട്. ഗ്ലൂ വൈനാണ് എടുത്ത് പറയേണ്ട ഒന്ന്. ട്രഡീഷണൽ ആയിട്ടുള്ള ഹോട്ട് മുൾഡ് വൈനാണ്. അപ്പോൾ ഈ തണുപ്പത്ത് അത് കുടിച്ചുകൊണ്ട് പോകാൻ നല്ല രസമാണ്. കൂടാതെ അത് ഒരു ഡെക്കറേറ്റീവ് മഗ്സിലായിരിക്കും അത് സെർവ് ചെയ്യുക. അപ്പം അത് മേടിച്ചിട്ട് മെല്ലെ മെല്ലെ, കാരണം നല്ല തിരക്കായതുകൊണ്ട് ഉറുമ്പരിക്കുന്ന പോലെയായിരിക്കും ആൾക്കാർ പോകുന്നത്. അപ്പം മെല്ലെ മെല്ലെ അരിച്ചരിച്ചരിച്ച് പോയി ഏട്ടൻ ലാസ്റ്റ് കുടിച്ചു കഴിഞ്ഞ് ആസ്വദിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഈ മഗ് കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് ആയിക്കഴിഞ്ഞ ഒരു ആവേശമാണ് നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണീശോയും യേശുപിതാവും മാലാഖമാരും ആട്ടിടയന്മാരും മാതാവും എല്ലാം കൂടെ കൂടിയൊരു പുൽക്കൂടിൻ്റെ സെറ്റ്. പക്ഷേ അങ്ങനെ ഇവിടെ അങ്ങനെ കാണാൻ കിട്ടാറില്ല. ബാക്കി എല്ലാ ഡെക്കറേഷനും ഉണ്ടെങ്കിൽ ഇത് പൊതുവെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്. നോക്കിയപ്പോൾ മേലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് മാതാവ് യേശുപിതാവും ഈശോയിനെയൊക്കെ ഒരു ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ കാണാൻ കിട്ടിയത് അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകൾ ബാക്കി വീഡിയോസിലൂടെ കാണണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ജർമ്മൻസ് പറയുന്ന പോലെ ചിയേഴ്സ്.